ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളർ ബബിൾസ് ചാനൽ. ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരമാണ് വരയ്ക്കാൻ പോകുന്നത്. കുറേ ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞ ആനയൊക്കെയുള്ള തൃശ്ശൂർ പൂരം. ഈ വർക്കിൻ്റെ പ്രത്യേകത ഇത് ആർക്ക് വേണമെങ്കിലും വരയ്ക്കാം എന്നുള്ളതാണ്. ഇതിൽ കൂടുതലായിട്ട് തിയറിയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. ആളുകളൊന്നും നമ്മളിതിൽ വരയ്ക്കുന്നില്ല. അതെല്ലാം നമ്മൾ കളറിലാണ് ചെയ്യുന്നത്. ആനയെ വരച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ നെറ്റിപ്പട്ടം വരയ്ക്കാം. അതിനുശേഷം നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് തിടമ്പുണ്ടായിരിക്കും, അതും ഇതിൽ വരച്ചു. ഇത്ര മതി. ജസ്റ്റ് ഒരു സജഷനാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. രണ്ടാമത് ഒരു ആന, അതിന് നെറ്റിപ്പട്ടം, ചെവി, മുകളിലൊരാൾ, പിന്നെ കുട. മൂന്നാമത് ആന, 4 കൊമ്പ്. എല്ലാം ഒരു സജഷൻ മാത്രം, കാരണം വളരെ ദൂരത്തായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം. അങ്ങനെ മൊത്തം 7 ആനകളാണ് നമ്മൾ വരച്ചത്. ധാരാളം ആനകളുണ്ടാവും, നമ്മൾ 7 നിർത്തി. ആരും കളിയാക്കരുത്, ഈ വരയ്ക്കുന്നതൊക്കെ ആളുകളുടെ തലയാണ്. ചുമരിൻ്റെ ഭാഗമൊക്കെ നമുക്ക് യെല്ലോ കളറിൽ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലെയറായിട്ട് കാണിക്കുന്ന ഓടിൻ്റെത് കുറച്ച് ബ്രൗൺ കളറാണ് ഫോട്ടോയിലെല്ലാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളറിലേക്ക് ചെയ്തത്. ബേസിക് കളേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രൗണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉൾഭാഗത്ത് അതിൻ്റെ ഷാഡൊക്കെ വരുമ്പോൾ ആ ഡെപ്തെല്ലാം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുമായിട്ട് ബ്രൗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും. അതെല്ലാം തോരണങ്ങളാണ് ഈ അവിടെയൊക്കെയുള്ളത്. നെറ്റിപ്പട്ടത്തിന് കളർ ചെയ്തു, നല്ല കടുമഞ്ഞ കളറിൽ. കുടയ്ക്ക് 2 സൈഡിൽ ഗ്രീൻ, ദെൻ ഓറഞ്ച്, ബ്ലൂ, വയലറ്റ്. ആനയ്ക്ക് ബ്ലാക്കിന് പകരം നമുക്ക് ബ്ലൂവും വയലറ്റും ചെയ്യാം. അപ്പോൾ കളറിനൊരു നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സ് ഫീൽ ചെയ്യും. ഈ ആനയുടെ ചെവിയുടെയും തുമ്പിക്കൈൻ്റെ ഭാഗത്തുള്ള ഒരു കളറ്, ഒരു എന്താ പറയുക, ഒരു പിങ്ക് കളർ നമ്മൾ കണ്ടിട്ടില്ലേ, അതാണ് ഇപ്പോൾ ചെയ്തത്. ബാക്കിയെല്ലാം സാധാരണ പോലെ ബ്ലൂ ആൻഡ് വയലറ്റ്. ബോഡിൻ്റെയൊക്കെ ഒരു സജഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് കളറാണോ അതിൻ്റെ ഡാർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈൻസ്. താഴെ നമുക്ക് യെല്ലോ കളർ അടിക്കാം. ഇവിടെയാണ് നമ്മൾ തിങ്ങി നിറഞ്ഞ ആൾക്കാരെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ. ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ്. ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് നമ്മളുടെ ആളുകളെ വരയ്ക്കുന്നത്. ക്രയോൺസ് എടുക്കുക, ചുമ്മാ ഒരു പോയിന്റിൽ വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുക. പല കളേഴ്സ്, എത്ര കളേഴ്സ് നമ്മളെ കയ്യിലുണ്ടോ എല്ലാ കളേഴ്സും. ഫോട്ടോഗ്രാഫ്സെല്ലാം നമ്മൾ നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആൾക്കാർ പല വർണ്ണത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളെ കയ്യിലുള്ള കളേഴ്സ് എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പറ അടിക്കുക. ഇവിടെയൊക്കെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആളുകളെയാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മളെ കയ്യിലുള്ള കളേഴ്സ് എല്ലാം ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ആനയുടെ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഏകദേശം കുറച്ച് ഡെപ്ത് കുറച്ച്, സൈസ് കുറച്ചിട്ട് നമ്മൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഒരു ഉത്സവം നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. നല്ല രീതിയിൽ ഉത്സവമൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ടൈം എടുക്കും. ഇതാണ് നമ്മൾ ഹൈലൈറ്റ്. അവസാനം എടുത്തിട്ട് ബ്ലാക്ക് എടുത്തിട്ട് ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിടുക. ഓരോ കളറിൻ്റെ നമ്മൾ ഇതുവരെ വെച്ചിരിക്കുന്ന ഓരോ കളേഴ്സില്ലേ, അതെല്ലാം ഒരാളുടെ ബോഡിയാണെന്ന് വിചാരിച്ചാൽ അതിന് മുകളിലായിട്ട് ഹെഡ് ബ്ലാക്ക് കളറിൽ ഹെയറായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ദൂരത്തേക്ക് പോകുമ്പോൾ, അതായത്
ദൂരം എന്ന് പറയുമ്പോൾ ആനയുടെ ആ ഭാഗത്തേക്ക് അവിടെയൊക്കെ ചെറുതായിട്ട് കുനുകുനാന്ന് വരച്ചുകൊണ്ടിരിക്കുക. അമ്പലത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആ സെയിം ഫോർമാറ്റ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്നൊന്ന് യൂസ് ചെയ്യുന്നു. ഇതിൽ ഞാൻ ഫസ്റ്റ് ഇത് ലൈറ്റ് ഗ്രീൻ കഴിഞ്ഞിട്ട് ഒലിവ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു കളർ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ആ കളർ യൂസ് ചെയ്യുന്നു. ഇതിനുശേഷം ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യുന്നു. മരത്തിൻ്റെ ഇടയിലൊക്കെ തെങ്ങൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സജഷൻ നമ്മൾ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ചെയ്യുന്നു. അതേപോലെ ദൂരേക്ക് പോകുന്നതും കളറ് ഗ്രീനൊക്കെ ഉള്ളത് നമ്മൾ ലൈറ്റ് ബ്ലൂ ആയിട്ടൊക്കെ കാണും അല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് നമ്മുടെ ആകാശം നീല നിറത്തിൽ ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ പൂരം കംപ്ലീറ്റ് ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആർട്ട് വർക്ക് ഒന്ന് ഫ്രെയിം ചെയ്ത് വാളിലൊക്കെ തൂക്കി അങ്ങനെ ഉണ്ടായിരിക്കും. പൊളിയല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.